ഇത് റോബോട്ട് ഫയർ ഫൈറ്റിംഗ് ആണ്. ഇതിപ്പോൾ പുതുതായിട്ട് നമുക്ക് കടവന്ത്ര ഗാന്ധിനഗർ സ്റ്റേഷനിലേക്ക് നമുക്ക് വന്നിട്ടുള്ളതാണ്. ആളുകൾക്ക് എത്തിപ്പെടാത്തൊരു സ്ഥലത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ റോബോട്ട് നമുക്ക് കടത്തിവിടാൻ പറ്റും. ഇവിടെ നമ്മുടെ വീടുകളിൽ പലരും ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ വീടുകളിൽ ആർക്കും ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് എങ്ങനെ നോക്കുന്ന അറിയില്ല. C34 ആണ്, അതായത് 2034 വരെ ഈ സിലിണ്ടർ നമുക്ക് എക്സ്പയർ ഡേറ്റ് ഉണ്ട്. ഒരു സിലിണ്ടറിൻ്റെ പ്രൊഡക്ഷൻ ടൈം മുതൽ 15 വർഷമാണ് ഒരു സിലിണ്ടറിൻ്റെ കാലാവധി. ഈ അപകടം നടന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പുതിയതായിട്ടുള്ള ഒരു നിയമത്തിൻ്റെ രീതിയിൽ വെച്ച് 50 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് കവറേജ് കിട്ടും, പരമാവധിയാണ്. നിൽക്കുമ്പോൾ നമ്മുടെ ഏറ്റവും താഴത്തെ ബേസ് മുറിയിലൊരു ഫയർ അലാം പാനൽ കാണും. അത് നമ്മുടെ സെക്യൂരിറ്റി മുറിയായിട്ട് നിൽക്കുന്ന പാനലായിരിക്കും. അവിടെ നമ്മൾ ഏത് ഭാഗത്താണ്, ഏത് നിലയിലാണ് പിന്നെ ഫയർ ഉണ്ടായെന്ന് അറിഞ്ഞ് പെട്ടെന്ന് തന്നെ നമുക്ക് അങ്ങോട്ട് രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റും. ഇത് റോബോട്ട് ഫയർ ഫൈറ്റിംഗ് ആണ്. ഇതിപ്പോൾ പുതുതായിട്ട് നമുക്ക് കടവന്ത്ര ഗാന്ധിനഗർ സ്റ്റേഷനിലേക്ക് നമുക്ക് വന്നിട്ടുള്ളതാണ്. ഇതിപ്പോൾ നമുക്ക് മാനുവലായിട്ട് തന്നെ നമുക്ക് റോബോട്ടിൻ്റെ സഹായം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആളുകൾക്ക് എത്തിപ്പെടാത്തൊരു സ്ഥലത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ റോബോട്ട് നമുക്ക് കടത്തിവിടാൻ പറ്റും. ഒരു 1/2 കിലോമീറ്റർ വരെ നമുക്കിതിൻ്റെ മോണിറ്ററിങ് സംവിധാനത്തോടു കൂടി നമുക്കത് കടത്തിവിടുകയും ആൾക്കാർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലത്തേക്കുള്ള ഒരു ഫിക്സഡ് ആയിട്ടുള്ള നമുക്ക് ഈ ഒരു ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഇത് നമുക്ക് കടത്തിവിടാനുള്ള റോബോട്ടാണിത്. ഇപ്പം നിലവിൽ ഇത് പരീക്ഷണാടിസ്ഥാനത്തിൽ പല സ്ഥലത്തും ഉപയോഗിച്ചിട്ടുണ്ട്. നിലവിൽ തീക്കകത്തേക്ക് പോകുമ്പോൾ ഇതിനകത്ത് തീ പിടിക്കുകയൊന്നുമില്ല. ഇല്ല, ഇതിൻ്റെ തീ ഒന്നും പിടിക്കുന്നില്ല. ഇതിൻ്റെ അകത്ത് അങ്ങനെയുള്ള കമ്പസ്റ്റബിൾ മെറ്റീരിയൽസ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ഒരിക്കലും തീ പിടിക്കാൻ ഇടയില്ല. നമുക്കിത് കടത്തി വിടുകയും ചെയ്യാം. ഒരു 1/2 കിലോമീറ്റർ വരെ നമുക്കിത് മാനുവലായിട്ട് ഓപ്പറേറ്റും ചെയ്യാം കൃത്യമായിട്ട്. ചിലപ്പം ഗ്യാസിനെ പറ്റി പറയാം. ഗ്യാസ് എങ്ങനെയാണ് എക്സ്പയറി ഡേറ്റും കാര്യങ്ങളൊക്കെ? ഇവിടെ നമ്മുടെ വീടുകളിൽ പലരും ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ വീടുകളിൽ ആർക്കും ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് എങ്ങനെ നോക്കുന്ന അറിയില്ല. സിമ്പിളാണ്. നമ്മുടെ ഗ്യാസ് സിലിണ്ടറിൻ്റെ ഈ ഭാഗത്ത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഈ ഗ്യാസിൽ മാർക്ക് ചെയ്തിട്ടുള്ളത് B25 എന്നാണ്. ഈ 25 എന്ന് കാണിക്കുന്നത് ആ സിലിണ്ടർ എക്സ്പയർഡ് ആവുന്ന ഇയറാണ്. B എന്ന് കാണിച്ചിട്ടുള്ളത് നമ്മുടെ ഓരോ സിലിണ്ടറിലും 12 വർഷത്തെ 4 മാസങ്ങളായിട്ട് 4 ലെറ്റേഴ്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ A എന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച്. B എന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഏപ്രിൽ, മെയ്, ജൂൺ. C എന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ. D കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒക്ടോബർ, നവംബർ, ഡിസംബർ. അപ്പോൾ ഈ 3 മാസങ്ങളെ ഈ ഒരു ലെറ്റർ വെച്ചിട്ടും കാണിച്ചിട്ടുണ്ടാവും. അതിൻ്റെ വർഷത്തിന് അടിയിൽ ഒരു 2 ഡിജിറ്റ് നമ്പറായിട്ടും കാണിച്ചിട്ടുണ്ടാവും. ഈ സിലിണ്ടറിൽ നമ്മുടെ എക്സ്പയറി ഡേറ്റ് എത്ര വരുന്നത് വെച്ച് കഴിഞ്ഞാൽ C34 ആണ്, അതായത് 2034 വരെ ഈ സിലിണ്ടറിന് നമുക്ക് എക്സ്പയറി ഡേറ്റ് ഉണ്ട്. എത്ര നാളാണ് ഒരു സിലിണ്ടറിൻ്റെ എക്സ്പയറി ഡേറ്റ് ഉള്ളത്? പ്രൊഡക്ഷൻ ടൈം മുതൽ ഒരു സിലിണ്ടറിൻ്റെ പ്രൊഡക്ഷൻ ടൈം മുതൽ 15 വർഷമാണ് ഒരു സിലിണ്ടറിൻ്റെ കാലാവധി. ആ കാലാവധി ആണെങ്കിലും നമ്മൾ ഈ കാലാവധിക്ക് ശേഷം ഈ സിലിണ്ടറിനെ റീസൈക്കിൾ അല്ലെങ്കിൽ നമ്മൾ റീയൂസ് ചെയ്യാൻ വേണ്ടി ഹൈഡ്രോളിക് ടെസ്റ്റ് വീണ്ടും ചെയ്യും. അത് ചെയ്തതിന് ശേഷമാണ് വീണ്ടും സിലിണ്ടറിൻ്റെ കാലാവധി. നമ്മൾ സാധാരണ ഒരു വണ്ടി 15 വർഷം ഉപയോഗിക്കാം, അത് കഴിഞ്ഞതിന് ശേഷം 5 വർഷം ഉപയോഗിക്കാം. അതേപോലെ തന്നെയാണ് കാലാവധി ആണെങ്കിലും നമ്മളെ വീട്ടിൽ കൊണ്ടുവരുന്ന സിലിണ്ടറിൻ്റെ എക്സ്പയറി നമ്മൾ കൃത്യമായി നമ്മൾ പരിശോധിച്ച് മാത്രമേ വയ്ക്കാവൂ. അതുമാത്രമല്ല, നമ്മളൊരു സാധാരണ നമ്മൾ ഈ പരിശോധിച്ച് വെക്കേണ്ട ഏറ്റവും വലിയ പ്രയോജനം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലൊരു അപകടം നടന്നു. ഈ അപകടം നടന്നു കഴിഞ്ഞാൽ നമുക്കിപ്പം പുതിയതായിട്ടുള്ള ഒരു നിയമത്തിൻ്റെ രീതിയിൽ വെച്ച് 50 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് കവറേജ് കിട്ടും, പരമാവധിയാണ്. അത് തന്നെയാണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന കുറ്റിയുടെ എക്സ്പയറി ഡേറ്റയൊക്കെ കൃത്യമായി ചെക്ക് ചെയ്ത് വാങ്ങിക്കണം. എക്സ്പയറി കഴിഞ്ഞ ഡേറ്റ് ആണെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് കവറേജ് കിട്ടില്ല. അപ്പം നമ്മൾ എടുക്കുന്ന സിലിണ്ടറുകളിൽ അതിൻ്റെ വാലിഡിറ്റി കൃത്യമായി നമ്മൾ പരിശോധിച്ച് കൃത്യമായി നോക്കണം. സാധാരണ നമ്മൾ ഗാർഹിക ആവശ്യത്തിനാണെങ്കിൽ 14.2 kg ആണ്. വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടർ ആണെങ്കിൽ 19 kg ആണ്. അപ്പം നമ്മൾ ഈ kg വേണമെങ്കിൽ നമുക്ക് തൂക്കി നോക്കി വാങ്ങിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടുതലായിട്ട് എന്ത് ചെയ്യണം? എക്സ്പയറി നോക്കി വാങ്ങിക്കാം. ഇത് എക്സ്പയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉപയോഗിക്കുന്ന ഏത് വ്യക്തിയുടെ പേരിലാണോ ഈ സിലിണ്ടർ നമ്മൾ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഏജൻസിയിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ആ വ്യക്തിക്കും കുടുംബത്തിന് മാത്രമേ ഇൻഷുറൻസ് കിട്ടുള്ളൂ. അതുകൊണ്ട് ഇത് കൈമാറ്റം ചെയ്യാൻ പാടില്ല. ഏത് വ്യക്തിയാണോ ആ വ്യക്തി തന്നെയാണ് ഈ സിലിണ്ടർ ഉപയോഗിക്കുക. എന്നാൽ മാത്രമേ ഇൻഷുറൻസ് പരിരക്ഷ അവർക്ക് കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഏതെങ്കിലും ഒരു നിലയിൽ പിന്നെ തീപിടുത്തം എന്തെങ്കിലും ഉണ്ടാകുകയാണെങ്കിൽ അവിടുത്തെ നമ്മൾ ഈ ബെല്ല് ഞെക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഞെക്കുകയെന്ന് വെച്ചു നിൽക്കുമ്പോൾ നമ്മുടെ ഏറ്റവും താഴത്തെ ബേസ് മുറിയിലൊരു ഫയർ അലാം പാനൽ കാണും. അത് നമ്മുടെ സെക്യൂരിറ്റി മുറിയായിട്ട് നിൽക്കുന്ന പാനലായിരിക്കും. അവിടെ നമ്മൾ ഏത് ഭാഗത്താണ്, ഏത് നിലയിലാണ് പിന്നെ ഫയർ ഉണ്ടായെന്ന് അറിഞ്ഞ് പെട്ടെന്ന് തന്നെ നമുക്ക് അങ്ങോട്ട് രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റും.